ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഗ്രീക്ക് ടൈറ്റൻസിന്റെ പാർട്ട് 2 ആയിട്ടാണ് ഈ സ്വന്തം എൻ്റെ കൈ വയ്യ. അപ്പോൾ കുറച്ച് ഗെയിം പ്ലേ മോശമായിരിക്കും, വിഷയമില്ലല്ലോ അല്ലേ. എന്തായാലും നേരെ ഗെയിം പ്ലേയിലോട്ട് പോവാം. അപ്പോൾ കളി തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ടെക്കിനോ ലെഗ്സ് ആയിട്ടാണ് മാച്ച് ഇന്നത്തെ. ഓക്കെ, കളി കുറച്ച് മോശമായിരിക്കും, ആരും പേടിക്കണ്ട. അത് കൈ വയ്യാത്തോണ്ടാണ് കേട്ടോ. പാസ്. ഓക്കെ 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 ഓടിക്കയറാൻ പറ്റിയ ഒരേ ഒരു അവസരം ഇതായിരിക്കും. അപ്പൊ ഗോൾ അടിച്ചു ഗൈസ്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ എവേജസ് ചെയ്യണം. അപ്പൊ ആദ്യമായിട്ടാണ് എവേജസിൽ വരുന്നത്. നമ്മുടെ സ്ട്രൈക്കർ ഹവാങ് ആണ് ഗൈസ്. ഹവാങ് 83 OVR ഉള്ള ഒരു കൊറിയൻ പ്ലെയർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ കളി പോലെ ഗോൾ അടിച്ചു. ഓക്കെ, അപ്പം ഹവാങ് ആദ്യത്തെ ഗോൾ ഇട്ടിരിക്കുന്നത് സ്ട്രൈക്കറിനെ മാറ്റി ഇറക്കിയതാണ്. ഹാവർട്സിനെ പിന്നെ ഇറക്കാന്ന് വിചാരിച്ചു. ഓക്കെ, മനസ്സിലായോ? കുറെ പേരെ മാറ്റി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മള് പെരേഡസിനെയൊക്കെ ഇറക്കിയായിരുന്നു, അർജന്റീന പെരേഡസ്. അപ്പൊ അവനെയൊക്കെ ഇറക്കിയായിരുന്നു. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഒരു സുവർണ അവസരമായിരുന്നു, പക്ഷെ അത് മിസ് പാസ് കാരണം പോയി കിട്ടി ഗൈസ്. അപ്പം ഇത് സെക്കൻഡ് പാർട്ടാണ്. നമ്മുടെ കരിയർ മോഡ് ഇപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഫസ്റ്റ് പ്ലേസിൽ എത്തണം. കഴിഞ്ഞ കളി തോറ്റു ഗൈസ്, ഓഫ് ക്യാമറ കളിച്ച. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഈ കളി ജയിച്ചാൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. ഓക്കെ, ഓ ഗെയ്സ്, ബോൾ എൻ്റെ മിസ്റ്റേക്ക് കാരണം പോയി. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ ഗെയ്സ്, UFL ഒരു അടിപൊളി ഗെയിമാണ്. നല്ല രസമുണ്ട് ഗെയ്സ് കളിച്ചുകൊണ്ടിരിക്കാൻ. ബാക്കിയുള്ള ഗെയിം പോലെയല്ല. എനിക്കൊരു FIFA 15 ഫീൽ കിട്ടുന്നുണ്ട്. എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അത് ചോദിക്കരുത്. പക്ഷെ എന്നാലും ഒരു FIFA 15 ഫീൽ എനിക്ക് തരുന്നുണ്ട് ഈ ഗെയിം, PC കളിക്കുന്ന. അപ്പം ഓനോ 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 ഗെയ്സ്, ഓനോ 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 ഗെയ്സ്, അവന്മാർ ബോൾ അടിക്കും ഗെയ്സ്. അവന്മാർ ലോങ് റേഞ്ച് ട്രൈ ചെയ്തുകൊണ്ട് മിസ്സായി, അല്ലെങ്കിൽ ഇപ്പൊ ഗോളായനെ. വാൾ ജമ്പ് ചെയ്യാം. ഓ ഷേ, ജസ്റ്റ് മിസ് അല്ലേ വാൾ ജമ്പ് ചെയ്ത ഗെയ്സ്. പാസ് കൊടുത്തു ഗെയ്സ്. കളി ഇത്തിരി സ്ലോ ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ, കൈ വയ്യാതെ കാരണമാണ് കാര്യം. അത് കാരണം വീഡിയോ ഒന്നും കാണാതിരിക്കില്ല ഗെയ്സ്. പിന്നെ എനിക്കിപ്പോൾ സപ്പോർട്ടൊന്നും ഇല്ല പഴയ പോലെ. ഞാൻ ക്രാസമല്ലെന്ന് വിചാരിച്ച് എന്നെ കണ്ടോണ്ടിരുന്നവരും കൂടെ അങ്ങ് പോയെന്ന് തോന്നുന്നു ഗെയ്സ്. അപ്പം എന്നെ കാണുന്നില്ല ആരും. ഓ ഗൈസ്, പെരേഡസിന്റെ ഒരു ടൈറ്റ് ആംഗിൾ ഷൂട്ട്, എന്റെ പൊന്ന്, വിഷയ ഷോട്ടായിരുന്നു ചെയ്തത്. വിഷയ ഷോട്ട്. നമ്മുടെ എവേ യൂണിഫോമിൽ 69, നമ്മുടെ സെന്റർ ഡിഫൻസ് മിഡ് ആയിട്ടുള്ള പെരേഡസ് ഒരു വിഷയം ഗോൾ ടൈറ്റ് ആംഗിളിങ്. എന്റെ പൊന്ന് ഗെയ്സ്, അത് വിചാരിക്കാത്ത ഗോളായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് വെച്ചാണ്, പക്ഷെ ഗോൾ കയറി ഗെയ്സ്. ആ ഗോള് മറക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഗോളായിരുന്നു. അത് ടൈറ്റ് ആംഗിൾ ഗോളായിരുന്നു. ഗോൾ ഈ പൊട്ടന്മാരെന്ന് തോന്നുന്നു. അവിടോട്ട് കട്ട് ബാക്ക് കൊടുക്കാൻ നോക്കി, അവിടെ നിന്ന് ഷോട്ട് അടിക്കുന്നതിന് കാര്യം. നമ്മളൊന്നും പറയണ്ടേ, അവന്മാർ ഇഷ്ടം. ഓക്കെ, പെരേഡസ്. ഓ, ഗോൾ സ്കോറർ പെരേഡസ്. പെരേഡസ്, ഓ ക്രോസ് ബാർ. ക്രോസ് ബാർ അല്ലെങ്കിൽ സെക്കൻഡ് ഗോൾ ആണ് പെരേഡസിന്റെ. ഓക്കെ, ഹവാഗിന്റെ സെക്കൻഡ് ഗോൾ. ഹവാഗിന് ഗോൾ കിട്ടി. നമ്മുടെ ഗോൾ കീപ്പർ നേരെ ഹവാഗിന്റെ കാലിലോട്ട് പാസ് കൊടുത്തു. ഹവാഗിന്റെ സെക്കൻഡ് ഗോൾ. അങ്ങനെ ഗ്രീക്ക് ടൈറ്റൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായി 3 ഗോൾ അടിച്ചിരിക്കുകയാണ് ഒരു മാച്ചിൽ. തേർഡ് ഗോൾ. അപ്പൊ ഗൈസ്, ഓ അത് സിമ്പിൾ ഫിനിഷ് ആയിരുന്നു. വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, കാരണം ഗോൾ കീപ്പർ പാസ് കൊടുത്തത് മിസ് പാസ് ആയി പോയി, ഹവാഗിന്റെ കയ്യിലേക്ക് എത്തി. ഈ ടീം അത്ര പോരാട്ടു വിചാരിച്ചണക്കല്ല. ഞാൻ വിചാരിച്ചു ഈ ടീം പിന്നെ അങ്ങ് വിഷയമാന്ന് വിചാരിച്ചു, പക്ഷെ വിഷയമൊന്നും അല്ല കേട്ടോ. ഈ ടീം അത്ര പോരാ, ഉള്ള കാര്യം പറയാൻ. ബോളിന്റെ അയ്യോ, ബോളിന്റെ സബ്ജക്ട്. ഷേ, ആ ആ ആ ഓ എടാ, മണ്ണന്മാരിത്തിരി പവർ കൂട്ടി അടിക്കും എപ്പോഴും. അത് കാരണം പുറത്തു പോകുന്നുണ്ട്. നമുക്കത് കാരണം ഭാഗ്യമുണ്ട് ഗീസ്. അപ്പം എന്തായാലും നമ്മുടെ ഗോൾ കീപ്പറൊക്കെ കട്ടക്ക് വയ്ക്കുന്നുണ്ട്, വിഷയമില്ല. പെൽഷ്യസ്, ഗോഡ്സൺ, ഖൈരേമൻ, റിച്ചി.
ഓക്കെ, റിച്ചിങ്ങിന്റെ കയ്യിൽ പോയി റിച്ചിങ്ങിന്. നോ 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 നോ, ബോൾ വീണ്ടും പോയി. റിച്ചിങ്ങിനെ മാറ്റണോ? മാറ്റേണ്ടി വരൂ ഇങ്ങനെ കളിച്ച. ഓക്കെ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 3 ഗോളിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ അടിച്ച് ലീഡ് ചെയ്യുകയാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി മാച്ചായിരുന്നു. കുറെ ലക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കുറെ കളിച്ചിട്ട് തന്നെയാണ് ഗോൾ അടിച്ചത്. എവേ ജേഴ്സി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് ഹോം ജേഴ്സി ആക്കായിരുന്നു. പിന്നെ വിചാരിച്ച് ഇത് എവേ ജേഴ്സി ആക്കാന്ന്. അതാണ് ഹോം ജേഴ്സി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എവേ ജേഴ്സി ആണ് അല്ലേ? ഇത് എവേ ജേഴ്സിക്കാണ് ഇത് നല്ലത്. ഓക്കെ, അപ്പം ഫസ്റ്റ് മാച്ച് ഓഫ് വിത്ത് എവേ ജേഴ്സി ഭയങ്കര എളുപ്പമല്ല, എന്നാലും അത്യാവശ്യം പാടുവാണ്. ഹവാങ്ങിന്റെ സെക്കൻഡ്, ഓ ഗൈസ്, പവർ കൂടിപ്പോയില്ലായിരുന്നെങ്കിൽ അത് ഹവാങ്ങിന്റെ ഫസ്റ്റ് ഹാട്രിക് ആണ്. അതായത് നമ്മുടെ ടീമിന്റെ ഹവാങ്ങിന് അല്ലെങ്കിൽ ഹാട്രിക് കിട്ടും. ഹാട്രിക്, 4ാമത്തെ ഗോൾ അടിച്ച് ഗ്രീക്ക് ടൈറ്റൻസ്. ഇതിൻ്റെ അത് കമന്ററി കൊണ്ട് ഓണാക്കാത്തതാണ്. അപ്പൊ ഗ്രീക്ക് ടൈറ്റൻസിന്റെ ഒരു പ്ലെയർ ആയിട്ടുള്ള ആൾ, അതായത് നമ്മുടെ ന്യൂ സ്ട്രൈക്കർ ഹവാഗിദ 3ാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പൊ ആദ്യത്തെ മാച്ചിന്റെ 4 ഗോളായി. ഭയങ്കര എളുപ്പ ടീമായിരുന്നു തോന്നുന്നു. കാരണം ഗോൾ കീപ്പർ എപ്പോഴും മിസ്പാസ് കളിക്കുന്നു, ഹവാഗിന് ബോൾ കിട്ടും. അതന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഗ്രൗണ്ടിൽ അവന്മാരുടെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കിട്ടാൻ പാടൊന്നുമില്ല. ഒരു ബ്ലിച്ച് കർലർ ഇരിക്കും അവിടുന്ന്. ബ്ലിച്ച് കർലർ ഒന്ന് കയറിയില്ലെങ്കിൽ ഒരു വിഷയം ഗോൾ. ആരടിച്ച? ഗോഡ്സൺ കൈറേം എന്ന് പറയുന്ന ഒരു 59 റേറ്റഡ് നമ്മുടെ റൈറ്റ് വിങ് ഇത് ആദ്യമായി പുള്ളിക്കാരന്റെ ഗോൾ ഇടുകയാണ്. പോർച്ചുഗൽ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാനാണ് ഈ ശരിക്കും ഈ മാച്ചാണ് ബോൾ വരുന്നത്. 5 ഗോൾ അടിച്ച് ഏകദേശം സിമിലാരിറ്റി മാച്ച്, മനസ്സിലായോ? വിഷയം ഗോളായിരുന്നു. അത് വിഷയം ഗോൾ. വിചാരിച്ചില്ല എല്ലായിടത്തും ഏത് സ്ഥലത്തും ചോട്ട് വെച്ചാലും ഗോളാവുന്നു. ഇതാ പുതിയൊരു താരത്തിന്റെ ബോൾ കിട്ടി, പുള്ളിക്കാരെ കൊണ്ട് കളഞ്ഞു. ഓക്കെ, അവന്മാര് റേജിലാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ട്രൂബിനെ കൊണ്ടുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഹീസ് റെഡി ഫോർ എവരിത്തിങ്. ഓക്കെ, നമുക്ക് ഇനിയും നമ്മുടെ ടീം ബിൽഡ് ചെയ്യണം. ഇതൊക്കെ ചെറിയ ടീം, നമ്മളിത് ബിൽഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ വീണ്ടും. ഓക്കെ, ഇവിടുന്ന് ഒരു ലോങ് റേഞ്ചർ വെച്ചാലോ? എല്ലാ ലോങ് റേഞ്ചറും പിടിച്ചില്ലേ? ഇവിടുന്ന് ഒരു ലോങ് റേഞ്ചർ വെച്ചാലോ? ഓ, ഡിഫ്ലക്റ്റഡ്, ഗ്യാസ് ഡിഫ്ലക്റ്റഡ്. 63 മിനിറ്റിൽ തന്നെ 5-0. ഇനി ഞാൻ ഗോൾ അടിക്കാൻ നോക്കത്തില്ല. എന്നാലും ഞാൻ നോക്കും, സമയം കിട്ടിയ. അല്ല, സ്ഥലം കിട്ടിയാൽ ഞാൻ നോക്കും. അപ്പൊ സ്ഥലം കിട്ടാതിരിക്കുന്ന അവരുടെ കാര്യം. ഇത് ഡിഫിക്കൽട്ടി മാറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ നോക്കട്ടെ. ഒക്കെ ഡിഫിക്കൽട്ടി കുറച്ച് മാറ്റിയിടാം. ഇപ്പൊ എനിക്ക് ഏകദേശം ഇത് പരിചിതമായോണ്ടേ ഇനി എളുപ്പമായിട്ട് കളിക്കും ചിലപ്പോൾ. അത് കാരണം ഡിഫിക്കൽട്ടി കുറച്ച് മാറ്റിയിടാം. അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. 5-0 ഈ ചെറിയൊരു പനിയുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ഈ ഒരു കഫ് വരുന്നത്. ഓക്കെ, ബോക്കാറ്റ് എന്ന് പറയുന്ന ഒരാൾ, അവനൊക്കെ ചത്ത്. അവനൊക്കെ ബോൾ കിട്ടിയതല്ലേ പോഴും, എന്നിട്ട് അവനൊക്കെ അപ്പോഴേക്ക് ചത്ത. അത് ഈ സ്റ്റാമിന ഇല്ല ഈ നമ്മുടെ പ്ലേയേഴ്സിന്. എന്ത് പറയാനാണ്? ന്യൂ പ്ലേയേഴ്സ് അല്ലേ നമ്മളുടെ ടീമിലല്ലേ ആദ്യമായി കാണപ്പെടുന്നത്. അല്ല, ന്യൂ അല്ല, എന്നാലും കുറെ OVR കുറഞ്ഞ പ്ലേയേഴ്സ് അല്ലേ. കണ്ടായി ട്രൂബിൻ വിഷയ സേവ അല്ല. അപ്പുറത്തെ ഗോൾ കീപ്പറിനെ പോലൊന്നും അല്ല. അപ്പുറത്തെ ഗോൾ കീപ്പർ ഇതാ ഇപ്പൊ ഇവിടുന്നല്ല, അവിടുന്ന് ഒരു അടി അടിക്കാനും ചിലപ്പോ സേവ് ചെയ്യത്തില്ല. അത് പോയി, അത് എന്റെ മിസ്റ്റേക്ക് ആണ്. മൈ മിസ്റ്റേക്ക്. ഓക്കെ, ബോളിന്റെ സെറ്റാണ് ബയാസ്. ഒരു കൗണ്ടർ അറ്റാക്ക് ഓപ്പർച്യൂണിറ്റി അല്ല ഇതൊരു കൗണ്ടർ അറ്റാക്ക് ഒന്നും അല്ല. എന്നാലും നമ്മുടെ മറ്റേ ഗോഡ്സൺ കൈറേമാൻ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ. ഓക്കെ, അത് പോയി. ഓക്കെ, അതാ അവിടുന്ന് ഇങ്ങനെയൊക്കെ പോയി, ബോള് കാണാനില്ലാതായി പോയി. കുഴപ്പമില്ല, 5-0 ആണല്ലോ, ഇനി എന്തിനാ ഗോള്? ഇപ്പൊ അവന്മാരുടെ ഫൈനൽ മിനിറ്റ് ട്രൈ നടത്തുകയാണ്. പക്ഷെ നമ്മുടെ ഗോഡ്സൺ ഉണ്ടായോണ്ട് ഫസ്റ്റ് സേവ് നടത്തി. പക്ഷെ റീബൗണ്ട് അവന്മാർ ഗോൾ അടിച്ചു. കുഴപ്പമില്ല, ക്ലീൻ ചീറ്റ് പോയി. എന്നാലും 5-1 ഈ കളി നമ്മൾ ജയിച്ചു. ഒരു ഗോളെങ്കിലും അടിക്കുന്ന പാവങ്ങൾ നമ്മൾ സേവ് ചെയ്താണ് ഗീസ്. പക്ഷെ റീബൗണ്ട് ഉണ്ടായോണ്ട് അത് പോയി ഗീസ്.
കളി കഴിഞ്ഞു. നമ്മുടെ പ്ലേയേഴ്സ് അവിടെ ആഘോഷിക്കുന്നു. ഓക്കെ, അവിടെ പ്ലേയേഴ്സ് വൻ ആഘോഷം. അവിടെ സെമി ഫൈനലിൽ കാണുമായിരുന്ന അതോ അങ്ങനെ കാണുവാണ് ഇതിന് അറിഞ്ഞൂടാ. സെമി ഫൈനൽ കാണുമായിരുന്നു, ഇനി അറിയാൻ വയ്യ. ജയിച്ചിട്ട് ഭയങ്കര ആഘോഷം. വിഷയം നമ്മുടെ പ്ലേയേഴ്സിന് ഭയങ്കര ഹാപ്പി നമ്മുടെ പ്ലേയേഴ്സ്, കാരണം അവർ മര്യാദയ്ക്ക് കളിച്ചു. ഓക്കെ, ഇവനൊക്കെ നല്ല രീതിയിൽ കളിച്ചു. ഇവനൊക്കെ മിഡൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. ഓക്കെ ഗെയ്സ്, അപ്പം UFL 5-1 വൻ വിന്നായിരുന്നു. ഇതോ അപ്പുറത്തെ ബോഡി എഴുതി കാണിച്ചാണ്ടോ, കണ്ടു ബോഡി എഴുതി കാണിച്ചാണ്ടോ. ഗെയ്സ്, നമ്മൾ 5-1 അങ്ങനെ ഫസ്റ്റ് മാച്ച് ഓഫ് ദിസ് വീഡിയോ ജയിച്ചിരിക്കുകയാണ്. ഗെയ്സ്, അടുത്ത മാച്ച് 10 മാച്ചേ സീസണിലുള്ളൂ. അതിൻ്റെ 7ാമത്തെ മാച്ചാണ് ഗെയ്സ്. നമ്മളെ പ്ലേയേഴ്സ് എന്തിനാ ആഘോഷിച്ചെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ഗെയ്സ്. കാരണം എന്താ വെച്ചാൽ ബിക്കോസ് കണ്ട ഗെയ്സ്, നമ്മൾ 2ാം സ്ഥാനത്തെത്തി. അത് കാരണമാണ് ആഘോഷിച്ചത്. പിന്നെ ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1ാം സ്ഥാനത്ത് കയറും. പക്ഷെ ഈ മാച്ച് ജയിക്കണം. നമുക്കിത് സ്റ്റോക്ക്ഹോം ഹാർബറായിട്ടാണ്. സ്റ്റോക്ക്ഹോം എനിക്കറിയാം, ഒരു സ്ഥലമാണ്. ഇവിടെ ആയിരുന്നു, ഇംഗ്ലണ്ടിലുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക്ഹോം. ഓക്കെ, എന്തായാലും അടുത്ത കളി തുടങ്ങുകയാണ് ഗെയ്സ്. അപ്പോൾ ഈ കളി നമ്മളൊക്കെ ഇനി വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, 7 മാച്ചായി. 10 മാച്ച് ഒരു സീസണിലുള്ളൂ. അപ്പോൾ ഇത് 7ാമത്തെ മാച്ചാണ് ഈ സീസണിലെ. നമ്മൾ ഇതുവരെ നല്ല രീതിയിലാണ് പോയത്. നമ്മുടെ ഡിഫൻസൊക്കെ അത് തന്നെ. നമ്മളിപ്പം ഒന്നും മാറ്റിയില്ല. ഹാവേർട്സ് 2 കളിയായിട്ട് ഇറങ്ങുന്നില്ല. ചെറുക്കൻ മിക്കവാറും ഇട്ടിട്ട് പോവും കേട്ടാ ഇങ്ങനെ പോയ. പക്ഷെ ഞാൻ ഇറക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവർ എല്ലാ കളിയിലും ഇറങ്ങുന്നുണ്ട്. മറ്റേ ഇതുണ്ടായിരുന്നു, എന്താണ് ഇത് ഇത്തിരി ടഫായിരിക്കും ഈ കളി തുടങ്ങുമ്പോഴേ തോന്നി. ബിക്കോസ് ദേ പ്ലേ വെൽ. ഓക്കെ, അവന്മാർ ബോൾ കാലി വെച്ച് കളിക്കുന്നേ, അതാ വിഷയം. ടഫാണല്ലോ നമുക്കും വേണ്ടത്. ത്രൂ ബോൾ, വിഷയം ത്രൂ ബോൾ ഗീസ്. വിഷയം ത്രൂ ബോൾ ആയിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്നും നടന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്നൊരു ചാൻസ്, നല്ല ചാൻസ് കിട്ടിയേനെ. പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല. അത് കാരണമാണ് ഇത് പോയത്. ഗോൾ 11ാമത്തെ മിനിറ്റിൽ. ഗ്രീക്ക് ടൈറ്റൻസ് ഓൺ എ കോൺഫിഡൻസ്. ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങ് കോൺഫിഡൻസ് കയറും. പിന്നെ നമ്മൾ മര്യാദയ്ക്ക് കളിക്കാൻ തുടങ്ങും. കഴിഞ്ഞ കളിയിലെ ഗോൾ സ്കോററായിട്ടുള്ള പെരേഡസ് തന്നെയാണ് വീണ്ടും ഗോൾ അടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പെരേഡസിനെ സ്ട്രൈക്കർ ആക്കേണ്ടി വരുമോടെ ഇങ്ങനെ പോയ. ഓക്കെ ഗെയ്സ്, അവന്മാർ കംബാക്ക് അടിക്കാൻ മാക്സിമം നോക്കും. പക്ഷെ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല, നോ, നമ്മൾ സമ്മതിക്കത്തില്ല ഒരിക്കലും കംബാക്ക് അടിക്കാൻ. ഗെയ്സ്, ഒരിക്കലും കംബാക്ക് അടിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവന്മാർ ഇപ്പൊ കംബാക്ക് അടിക്കും മിക്കവാറും ഇങ്ങനെ പോയ. യെസ്, ഇപ്പോൾ ഒരു ലീഡ് നിൽക്കുകയാണ്. 17ാം മിനിറ്റ് ലീഡ് കൊണ്ട് കളയത്തില്ല. ഓക്കെ, നമ്മളെ ട്രൂ വിൻ ഉണ്ട്. അപ്പം അത് നമ്മൾ പേടിക്കണ്ട. എന്നാലും ഞാൻ പറഞ്ഞ കൊണ്ട് കളയരുതെന്ന് മനസ്സിലായില്ലേ എൻ്റെ ഒരു. ഗൈസ്, ഒരു വിഷയം ത്രൂ ബോളായിരുന്നു അത്. പക്ഷെ നമ്മുടെ ഒച്ചക്കം കൊണ്ട് കളഞ്ഞു. കുഴപ്പമില്ല ഗൈസ്, ഗ്രീക്ക് ടൈറ്റൻസ് 1-0 ഇപ്പൊ നിൽക്കുന്നത്. ഇത് ഏതോ ചെറിയ ടീമാണെന്ന് തോന്നുന്നു ഗൈസ്, വലിയ ടീമല്ല. ഫസ്റ്റ് സ്ഥാനത്ത് ഇറങ്ങുന്ന ടീമിന്റെ ലോഗോ ഇതാണെങ്കിലും പക്ഷെ ആ ലോഗോ ഉള്ള ടീം കുറെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതോ ഒന്ന് മാത്രമാണിത്, അല്ല ഫസ്റ്റ് സ്ഥാനത്ത് ഇറങ്ങുന്ന ടീമല്ല. അപ്പൊ അത് കാരണം ഫസ്റ്റ് സ്ഥാനത്ത് ഇറങ്ങുന്ന ടീം ഡ്രോയോ തോൽവിയോ ഫേസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് സ്ഥാനത്ത് കയറാനുള്ള ഒരു അവസരമുള്ളൂ. ഓക്കെ, ഹവാ നമ്മുടെ സ്ട്രൈക്കർ. ലോങ് റേഞ്ചർ 2-0 ആക്കിയിരിക്കുകയാണ് കളിയുടെ 30ാം മിനിറ്റിൽ തന്നെ. ലോങ് റേഞ്ചർ ഗോളായിരുന്നു ഗൈസ്. അതാ നോക്കിക്കോ. വിഷയം
ലോങ് റേഞ്ചർ ഗോൾ. കൈ വയ്യാതിട്ട് ഞാൻ ഇത്രയും നല്ല രീതിയിൽ കളിക്കുന്നത് വിചാരിച്ചില്ല. പക്ഷെ കൈ കളി ഇങ്ങനെ തൂറ്റുന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. ട്രൂബിൻ വീണ്ടും കളക്ട് ചെയ്തു. നമ്മുടെ ട്രൂബിൻ ഉണ്ടായിട്ട് നമ്മള് രക്ഷപ്പെട്ടു പോയി. വീണ്ടും ഡിഫൻസ് പാളിച്ചയാണ് പരിപാടി. ഓക്കെ, ആ ട്രൂബോളങ്ങളും കണക്ട് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു. ഏതായിരുന്നു ആ ട്രൂബോളങ്ങളും കണക്ട് ആയിരുന്നെങ്കിൽ വിഷയം ട്രൂബോളായനെ. ഓക്കെ, അപ്പൊ ഗേസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി വിളിച്ചിരിക്കുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഞാൻ വിചാരിച്ചു ഗോള് കയറിയെന്ന്. കേസ് അത് ജസ്റ്റ് മിസ്. ട്രൂബിനൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ, കേറിപ്പോയി. ഗോൾ കീപ്പറിന്റെ ഹാൻഡ് ഉണ്ടെങ്കിലും അത് ഗോളായി ഗേസ്. പെലേഷ്യസ് അർജന്റീനിയൻ പ്ലെയർ 74 സെന്റർ മിഡ് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ തേർഡ് ഗോൾ ഓഫ് ദ മാച്ച് വീണിരിക്കുകയാണ്. കണ്ട, ഗോൾ കീപ്പറിന്റെ ഹാൻഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിലും അത് ഗോളായിരുന്നു. പക്ഷെ എന്നാലും ഗോൾ കീപ്പറിന്റെ ഹാൻഡ് ഉണ്ടായിരുന്നു. ഇനി 1 മിനിറ്റ് കളിയുടെ ബാക്കി നിൽക്കേ വാട്ട് ഹാപ്പണിങ് ഹിയർ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, കളി തീർന്നു. ഫസ്റ്റ് ഹാഫ് തീർന്നു. നമ്മുടെ ഗോൾ കീപ്പർ ട്രൂബിൻ ഓൺ ഫോം. ഓക്കെ, ഗ്രീക്ക് ടൈറ്റൻസ് ഓൺ ഫോം. ഗ്രീക്ക് ടൈറ്റൻസ് ഇതാ രണ്ടാമത്തെ കളി തുടർച്ചയായി 3 ഗോൾ അടിച്ചിരിക്കുകയാണ്. അപ്പുറത്തെ ടീം വിഷമത്തിലാണോ എന്ന് അറിഞ്ഞൂടെ. എന്തായാലും നമ്മുടെ ടീം ഇപ്പം മര്യാദയ്ക്ക് കളിക്കുന്നു, അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, ഗേസ് മാച്ച് ഹാഫ് ടൈം ഗോ ആയി. ഇപ്പൊ ഇനി ഹാഫ് ടൈം കഴിഞ്ഞു ഗേസ്. കട്ട് സീനൊക്കെ കഴിഞ്ഞു, ഹാഫ് ടൈം കഴിഞ്ഞു. ഇതാ ഹാഫ് ടൈം കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ് ഗേസ്, വന്നിരിക്കുകയാണ്. ഓ ഗേസ്, നോ ബോള് പോയി, അല്ലെങ്കിൽ അത് ഗോളായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ഷോട്ട് അടിക്കാൻ പറ്റൂ. ഓ ഗൈസ്, ആ ഷോട്ട് കൊള്ളായിരുന്നു. ഞാൻ വിചാരിച്ചില്ല കൊള്ളായിരിക്കും ഇത്ര. ചിപ്പ് ഷോട്ട് ആയിരുന്നെങ്കിലും കൊള്ളായിരുന്നു. ഞാൻ ചിപ്പ് ഷോട്ട് അടിക്കാനല്ല ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞു ഷോട്ട് അടിക്കാനാണ് ഉദ്ദേശിച്ചത്. ഈ കൈ കൊടുത്ത് സോമാരും ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ലാഭമാണല്ലോ. ഡിഫിക്കൽട്ടി കൂട്ടാൻ സമയമായോ എന്നൊരു ഡൗട്ട്. എന്തായാലും കൂട്ടാൻ നോക്കട്ടെ. അടുത്ത മാച്ച് കയറുന്നതിന് മുമ്പ് ഡിഫിക്കൽട്ടി കൂട്ടാൻ നോക്കാം. അടുത്ത എപ്പിസോഡിലായിരിക്കും അടുത്ത മാച്ച്. കാരണം ഈ എപ്പിസോഡ് ഓൾറെഡി 18 മിനിറ്റ് കൂടുതലായി ഗേസ്. അപ്പം ഗേസ് പോയി കയ്യിന്ന് പോയതായിരുന്നു. പക്ഷേ അവന്മാര് മണ്ടന്മാരായിട്ട് പുറത്തടിച്ച് കളഞ്ഞു എന്ന് എനിക്ക് പറയുള്ളൂ. ഈശ്വരൻ പറയില്ല. ഓക്കെ, ഡിയേഗോ ഗോമസിന്റെ ബോൾ കിട്ടിയിരിക്കുകയാണ്. ചെക്ക കേറുമെന്ന് എനിക്കൊരു പേടി. കേറി കേറിയതായിരുന്നു. കേറി. ഹവാങ്. ഓ അമ്മ സേവ് ചെയ്തു. അത് വലിയ ഷോട്ടൊന്നും അല്ലായിരുന്നു. ഈ സേവ് ചെയ്യാൻ പറ്റും. 66 മിനിറ്റായി. ദേ ഹാവ് നോ ചാൻസ്. ബട്ട് വിചാരിച്ച ചിലപ്പോൾ അവർക്ക് ഒരു ഗോൾ അടിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ അടിക്കാം, പക്ഷെ അവരടിക്കൂല. നിങ്ങൾ നോക്കൂ, കണ്ട നമ്മുടെ ഡിഫൻസ് അത്രയും കട്ടയാണ്. ഓക്കെ, മനസ്സിലായോ? അതങ്ങ് പോയി കിട്ടി. അടുത്ത ഗോളിൽ പോയി. ഇതെന്താണ് പോയി കാണിക്കുന്ന? സൗമാർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഷൂട്ട് അടിച്ച് ഗോളാക്കാം. വെറുതെ ഷോ അണിയാൻ വേണ്ടി അവിടോട്ട് ഇട്ട് ബോട്ടണിയൊക്കെ കൊണ്ട് അടിപ്പിച്ചിരിക്കുന്നു. ബോട്ടണി വിഷയമല്ലേ? ഈ ബോട്ടണി അല്ല കേട്ടാ, ഞാൻ പറഞ്ഞ മറ്റേ സയൻസിലെ ബോട്ടണിയുടെ കാര്യം. വലിയ ഗോളൊന്നും അല്ലായിരുന്നു. ഈ സൗമാര് ടിക്കി ടാക്ക കളിച്ച് ഗോൾ അടിച്ചു. പ്രശ്നമില്ല, ക്ലീൻ ഷീറ്റ് പോയി കിട്ടി. അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. എന്നാലും കളി നമ്മൾ ജയിക്കും, അത് വേറെ കാര്യം. ദാറ്റ്സ് അതർ തിങ്. ഓക്കെ, കളി എന്തായാലും നമ്മൾ തന്നെ തൂക്കും. അത് വലിയ മാറ്റമൊന്നുമില്ല. കാരണം 75 ആയി. ഇനിയിപ്പോൾ അവന്മാരൊരു ഗോൾ ഇട്ടാലും വിഷയമില്ല. ഇനി വീണ്ടും ഒരു ഗോൾ ഇട്ടാലും ഒരു വിഷയവും ഇല്ല. പക്ഷെ ഇനി ഗോൾ ഇടാൻ സമ്മതിക്കരുത്.
അനുവദിക്കരുത് ഗോളിടാൻ. അനുവദിച്ചില്ല. ഗോളിയല്ല, പോസ്റ്റ് ബാർ. ഓക്കെ, ഒരു ബ്ലിറ്റ്സ് കേർലർ അടിക്കാൻ പറ്റുമോ നോക്കിയല്ലേ. ബ്ലിറ്റ്സ് കേർലർ ഒന്നും വേണ്ട, നമുക്ക് ചെറിയ ഗോൾ മതി. 4-1. ഗൈസ്, കളിയുടെ ഫൈനൽ മിനിറ്റ്സിൽ 4-1 അടിച്ചുകൊണ്ട് അലിസൺ സാന്റോസ്, നമ്മുടെ 58 OVR പ്ലെയർ, അവന്റെ ഫസ്റ്റ് ഗോളും ഗ്രീൻ ടൈറ്റൻസിന് വേണ്ടി അവന്റെ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുക. അലിസൺ സാന്റോസ്, റിമെമ്പർ ദി നെയിം. ഓക്കെ, ഇത് ചെറിയ ലീഗാണ്. ഈ വലിയ ലീഗിലോട്ട് നമ്മൾ പോകും. ഇതുവരെ ഫൈനൽ എത്തിയില്ല. ഫൈനൽ മിക്കവാറും ഇപ്പം എത്തും നമ്മൾ. ഓ, ഹാവേഴ്സിന്റെ ഡ്രിബ്ലിംഗ് പോയി. ഓനോ 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 നോ, അടിക്കാൻ സമ്മതിക്കരുത്. എടാ, അടിക്കാൻ സമ്മതിക്കരുത്. നീ ചത്ത. അടിക്കാൻ സമ്മതിക്കരുത്. ഇല്ല, സമ്മതിച്ചില്ല. സേവ് ആയിരുന്നു. അതോ സേവ് ആയിരുന്നു. നമ്മുടെ അച്ചൊക്കെ സേവ് ചെയ്താണ്. കൊപ്പള സേവ് എങ്കിൽ സേവ്, വിഷയമൊന്നുമില്ല. ഓഫ് സൈഡ് ജയിച്ചല്ല. വിസിലടിച്ച് ജയിച്ച സമയം നോക്കില്ല. അപ്പൊ വിസിലടിച്ച് ആ കളി ജയിച്ചു. അങ്ങനെ വി ആർ ഗോയിങ് ടു ഏതോ വലിയ സ്റ്റേജിലോട്ട് ഗോയിങ് ചെയ്യുകയാണ്. അത് അടുത്ത ആഘോഷം എങ്ങോട്ട് പോവുകയാണ്. ഫൈനലോ സെമി ഫൈനലോ കാണാതിരിക്കും. കാരണം ഇപ്പൊ 7 മാച്ച് ആയിരുന്നല്ലോ. എനിക്ക് അറിഞ്ഞൂടാ എങ്ങോട്ടാ പോകുന്നത്. പൈസ ഇവിടെ പ്ലേയേഴ്സിന്റെ മുഖത്ത് സന്തോഷം കിട്ടും ഗീസ് ഇവിടെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ വിഷയമായിട്ടുണ്ട് നമ്മുടെ പ്ലേയേഴ്സ്. ഓക്കെ, സ്റ്റോക്ക്ഹോം ഹാർബറിനെ 4-1 ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ് ഗ്രീക്ക് ടൈറ്റൻസ് ഓൺ ഫോം. ഓക്കെ, വിക്ടോറി. ഓക്കെ, 4-1 കണ്ടിന്യൂ ഗൈസ്. അങ്ങനെ നമ്മൾ വിക്ടറി അടിച്ചിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അഗെയിൻ അടുത്ത മാച്ച്, 8ാമത്തെ മാച്ച് വിത്ത് 12 പോയിന്റ്സ് ഇൻ സെക്കൻഡ് പ്ലേസ്. വിയേന ഗ്രീൻ SC, അതായത് സെമി ഫൈനലിൽ തൊട്ടു മുമ്പുള്ള മാച്ച്, അതായത് ക്വാർട്ടർ ഫൈനൽ. ഇതാണ് സെമി ഫൈനൽ, ഇതാണ് ഫൈനൽ. 10ാമത്തെ കളിയാണ് ഫൈനൽ. ഓക്കെ, ഇനി അറിഞ്ഞൂടെ എനിക്ക് എത്രയൊക്കെ പരിപാടികൾ ചെയ്യാൻ പറ്റുമെന്ന്. എന്തായാലും ഇനി കളിക്കുന്നില്ല. ഇനി ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ കളിക്കുന്നുള്ളൂ. കാരണം ഇപ്പം ക്വാർട്ടർ ഫൈനലാണല്ലോ ഗൈസ്. അപ്പൊ നമുക്ക് നിങ്ങളെ കൂടെ കാണിക്കണ്ടേ. അപ്പൊ അത് കാരണം നമ്മളിപ്പം കളിക്കില്ല. ഇനി നമ്മള് ആ സമയമാകുമ്പോഴേ കളിക്കും. ഓക്കെ, ഇപ്പൊ ക്യാപ്റ്റൻ ആരെങ്കിലും ഉണ്ടോ ഇത് നോക്കണമല്ലോ. ക്യാപ്റ്റൻ സ്റ്റാർട്ടിംഗ് 11 ട്രൂബിൻ ബോക്കാറ്റ്, ക്രിസ്ത്യൻ സെറ്റപ്പ്, ഷോർട്ട് സ്ലീവ്സ്, അണ്ടർഷർട്ട്, ലോങ് സ്ലീവ്സ് അണ്ടർഷർട്ട്, നോർമൽ വെറ്റ്, ടൈറ്റ്, നോർമൽ, ഇവരെന്തിന് എത്ര ആഡംബരം? സ്ട്രൈക്കറിന് ആഡംബരം വേണം. സ്ട്രൈക്കർ വേറെ സ്ട്രൈക്കർ. പകേസ് അടുത്ത കളി വിട്ട് നമ്മുടെ വജ്രായുധത്തിനെ ഇറക്കുകയാണ്. വജ്രായുധം നമ്പർ 1. അതേ കേസ് നമ്മൾ പഴയ ടീമിനെ ഒന്ന് ഇറക്കുകയാണ്. ഓക്കെ, ആദ്യം തന്നെ പഴയ ടീമിലെ മെയിൻ ഭാഗമായി നമ്മുടെ സ്വന്തം ഹാവേർട്സിനെ ഇറക്കിക്കൊണ്ട്, ഇവരെ വെച്ചാൽ ഒന്ന് കൂടുവോ? ഓക്കെ, അപ്പൊ ഇവരാണ് ഇപ്പം ബെസ്റ്റ് സ്ട്രൈക്കർ. പക്ഷെ കുഴപ്പമില്ല, ഇവരെ നമുക്ക് ട്രെയിൻ ചെയ്യാം. ട്രെയിൻ ചെയ്ത് ഇങ്ങനെയാണോ? അപ്പോൾ ഇവരെ നമുക്ക് വടിക്കുക 5000 ട്രെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അവൻ 84 കാണിച്ചിരിപ്പം. ഓക്കെ, നോക്കാം. റാങ്ക് അപ്പ് ചെയ്യാൻ എന്തോ വേണം? റാങ്ക് അപ്പ് ചെയ്യാൻ ഒരു ഹാവേർഡ് കാർഡ് കൂടെ വേണം. ഓക്കെ, മനസ്സിലായി. റാങ്ക് അപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 83 OVR തന്നെ അത്യാവശ്യം 4ാമത്തെ ലെവൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 84ആയി. അപ്പൊ അവൻ ഓക്കെയാണ്. ഓക്കെയാണ്. ഒരു 8 കൂടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. വിഷയം
ഒരു വട്ടം കൂടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇത്രയും തഞ്ചിന് ഒരു വട്ടം കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിക്കാന്ന് കൈ ഹാവൂട്സ് 5 ലെവലായിട്ടുണ്ട്. ഹാവർട്സിനെ ഇറക്കിയിരിക്കുകയാണെങ്കിൽ ഹാവർട്സ് മാത്രമേ നമ്മൾ മാറ്റം വരുത്തുന്നുള്ളൂ, വേറെ ആരെയും വരുത്തുന്നില്ല. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ നമുക്ക് ഇനി കുറെ നേരം അപ്ഗ്രേഡ് ചെയ്യാം ഗീസ്. ഇപ്പൊ നമ്മളുടെ ഇവന്മാരൊക്കെ ഒരു ലെവലല്ലേ, ഇവന്മാരൊക്കെ കൂട്ടിയേക്കാം. കുറെ കിടക്കുമല്ലേ ഗീസ് കോയിൻസ്. പിന്നെ എന്തിനാ നമ്മള് പേടിക്കുന്നേ? 83 ഗോൾ കീപ്പറിനെ 84 വിഷയം. അവൻ 4 ലെവലായിട്ടുണ്ട്. ഇവൻ 9,000 ട്രെയിൻ ചെയ്തു. 87 ആയിട്ടുണ്ട്. 86 87 6,000 ട്രെയിൻ. ചെറുക്കൻ വിഷയമായിട്ടുണ്ട്. 85 84 റൂമിനെ നമുക്ക് ഇനി ഡ്രെയിൻ ചെയ്യാം. 1 2 3 മതിയാണ്. 84 ആയില്ല. എന്നിട്ട് റൂമിൻ വിഷയമാണ്. റൂമിൻ 84 ഈ സമയം എടുക്കും. ഇവരെ ട്രെയിൻ ചെയ്യാം. ഓക്കെ എല്ലാം കൂടെ വെച്ച് ട്രെയിൻ ചെയ്ത് 84 83 ആയിരുന്നു അതിന് മുമ്പ്. എല്ലാം കൂടെ വെച്ച് ട്രെയിൻ ചെയ്ത് വീണ്ടും ട്രെയിൻ ചെയ്ത് സോനെ ട്രെയിൻ ചെയ്തിട്ടോ മാറുന്നില്ല. 3ാമത്തെ ലെവലിൽ തന്നെ ഇരിക്കുകയാണ്. പൈസ ഇവരൊക്കെ ലെവലായി. ഇവ മാത്രമുള്ള ലെവലാകട്ടെ, നമുക്ക് ലെവലാക്കാം. ഓക്കേ ഇനിയൊന്നുമില്ല കയ്യില്. നോ ഇനിയൊന്നുമില്ല. കുഴപ്പമില്ല ഗൈസ്, ഇത്ര മതി തൽക്കാലം. ഇത്ര ലെവലപ്പ് മതി. വി ആർ ഗോയിങ് ടു ഫൈനൽ. ഓക്കെ ഫൈനലിലേക്ക് പോവുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് ബി യുവർ ക്രോസോവൈറ്റി. വിത്താരുമില്ല ഗൈസ്, ഒറ്റയ്ക്കാണ്. അപ്പം ബൈ. ഇനി അടുത്ത എപ്പിസോഡിൽ ക്വാർട്ടർ ഫൈനൽ കാണാം.